So far we have done with introduction of salary, basis of charge and all these things. Then we completed allowances, and after allowances we have done with retirement benefit also. Another major segment of salary, income from salary is perquisites. സോ എന്താണ് പെർക്വിസിറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പെർക്വിസിറ്റ്സിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാറുള്ളത്, എന്താണ് പെർക്വിസിറ്റ്സിലെ മേജർ ഏരിയാസിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ സാലറി, അതർ ദാൻ നമ്മുടെ അലവൻസസ് ആയിട്ട് നമ്മുടെ എംപ്ലോയിക്ക് എടുക്കുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സിനാണ് നമ്മളെന്ത് പറയുക, പെർക്വിസിറ്റ്സ്. ദീസ് ആർ ദ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഓഫേർഡ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് അലവൻസസിനും അതുപോലെ തന്നെ ബേസിക് പേക്കും ബിസൈഡ്സ് ആയിട്ട് അധികമായിട്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ബെനിഫിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. സോ ലെറ്റ് മീ ഗിവ് എൻ എക്സാമ്പിൾ. സേ ഫോർ എക്സാമ്പിൾ, യു ആർ ദ മാനേജർ ഓഫ് എ കമ്പനി, ഫിനാൻസ് മാനേജർ ഓഫ് എ കമ്പനി. ദെൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് എ കാർ ആൻഡ് യു ആർ പ്രൊവൈഡഡ് വിത്ത് എ 2 BHK ഫ്ലാറ്റ്. അപ്പോൾ ഈ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാലറി അല്ലാതെ നോൺ മോണിറ്ററി ആയിട്ട് നിങ്ങൾക്ക് 2 ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് 2 BHK ഫ്ലാറ്റ്. അപ്പോൾ ഈ 2 BHK ഫ്ലാറ്റ് നിങ്ങൾ കമ്പനിയുടെ എംപ്ലോയി ആയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്, നിങ്ങളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. അങ്ങനത്തെ ഫെസിലിറ്റീസിനെ പറയുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. നോർമലി പെർക്വിസിറ്റ്സ് ഒക്കെ നോൺ മോണിറ്ററി ആവും എന്ന് പറഞ്ഞാൽ അലവൻസ് പോലെ മോണിറ്ററി ആവില്ല, പക്ഷേ മോണിറ്ററി ആകാം. ചില എക്സാമ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സ്പെൻഡായി, അപ്പോൾ നിങ്ങൾ ആ എമൗണ്ട് കമ്പനിയിൽ നിന്നും റീഫണ്ട് മേടിച്ചു. അപ്പോൾ ആ സമയത്ത് ആ റീഫണ്ടായിട്ട് വാങ്ങുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു അലവൻസ് അല്ല, അതൊരു പെർക്വിസിറ്റാണ്. അത് റീഫണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ്, ഒരു അലവൻസസ് അല്ല, അതൊരു പെർക്വിസിറ്റാണ്. അപ്പോൾ പെർക്വിസിറ്റ് മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. അപ്പോൾ പെർക്വിസിറ്റ്സ് നോൺ മോണിറ്ററി ആണെങ്കിൽ നമുക്കിതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഒരു അസസിയുടെ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആ അസസിയുടെ സാലറി അയാളുടെ ഇൻകത്തിൻ്റെ പാർട്ടാണ്. ഈ ഇൻകങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ അയാളുടെ ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ദ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറിൻ്റെ ഒരു പാർട്ടാണ് പെർക്വിസിറ്റ്. അപ്പോൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പെർക്വിസിറ്റ് സേ ഫോർ എക്സാമ്പിൾ ഒരു കാറ്, അല്ലെങ്കിൽ ആക്ച്വലി നമുക്കൊരു വീട് തന്നു. അപ്പോൾ ഈ വീട് നമുക്ക് ആക്ച്വലി എടുക്കാനല്ല ഈ വീട് തരുന്നത്, മറിച്ച് യൂസ് ചെയ്യാനാണ് തരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഹൗസാണ്. അപ്പോൾ ഈ യൂസ് ഓഫ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ മോണിറ്ററി ആണ്. എന്ന് പറഞ്ഞാൽ മോണിറ്ററി ടേമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്ക് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, മോണിറ്ററി ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക കേസിലും നമുക്ക് ഈ നോൺ മോണിറ്ററി ആയിട്ട് കിട്ടുന്ന പെർക്വിസിറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടി വരേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തുക എന്നുള്ള റൂൾസാണ് ആക്ച്വലി പെർക്വിസിറ്റ്സിൽ ആര് പറയുന്നത്, ഇൻകം ടാക്സ് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൽ, ഇൻകം ഫ്രം സാലറിയിൽ, പെർക്വിസിറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ഓഫ് വാരിയസ് പെർക്വിസിറ്റ്സ്. എന്തിനാണോ ഈ പെർക്വിസിറ്റ്സ് വാല്യൂ ചെയ്യുന്നത്? ഈ പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ ഇത് ആ വാല്യൂ സാലറിയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇയാളുടെ സാലറി ഇൻകമായിട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ട് ആദ്യമേ പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെർക്വിസിറ്റ് മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. അലവൻസ് അല്ലാതെ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ബാക്കി എല്ലാ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. ഇതിനെ നമ്മൾ പേർക്സ് എന്ന് പറയും, PERKS പേർക്സ്. അതുപോലെ തന്നെ പെർക്വിസിറ്റ്സ് ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ട്, അതർ ദാൻ ക്യാഷ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി ലീഗലി എൻജോയ്ഡ് പെർക്വിസിറ്റ് മാത്രമേ എന്തുള്ളൂ, ടാക്സബിൾ ഉള്ളൂ. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് കമ്പനി എന്തില്ല, ലീഗലായിട്ട് നിങ്ങൾക്ക് വീടൊന്നും തന്നില്ല, നിങ്ങൾ അതിക്രമിച്ച കാര്യമായിട്ട് കമ്പനീൻ്റെ ഒരു വീട് യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഒരു നോൺ മോണിറ്ററി ആയിട്ടുള്ള സംഭവം യൂസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയല്ല, ലീഗലായിട്ടല്ല. അപ്പോൾ ലീഗലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതെന്താവുള്ളൂ, പെർക്വിസിറ്റ്സ് ആവുകയുള്ളൂ. സോ നമുക്കിനി ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് യു മീൻ ബൈ പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റ്സ് നമ്മളെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്നുള്ളത് വാല്യുവേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് പെർക്വിസിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എന്താ സാറേ നമ്മൾ അലവൻസിൻ്റെ കേസിലൊന്നും നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇവന് മാത്രം ഒരു മെഷർമെൻറ്റ്? നമുക്ക് അലവൻസസുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തത്, അലവൻസും ബേസിക് പേ ഒക്കെ അത് റെഡി ക്യാഷ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അവിടെ പിന്നെ ഒരു സെപ്പറേറ്റ് മെഷർമെൻറ്റിൻ്റെ ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് പെർക്വിസിറ്റ്സ്. പെർക്വിസിറ്റിൻ്റെ കേസ് അങ്ങനെയല്ല, കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പല കേസിലും നോൺ മോണിറ്ററി ആണ്. അപ്പോൾ നോൺ മോണിറ്ററി ആയതുകൊണ്ടാണ് ഇതിൻ്റെ മോണിറ്ററി വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യുവേഷൻ നടത്തിയിട്ട് തീരുമാനിക്കുന്നത്. ഫൈൻ.
മൂവിങ് ഓൺ, പെർക്വിസിറ്റ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 categories. പെർക്വിസിറ്റ്സ് നമുക്ക് പ്രധാനമായിട്ട് എത്ര കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ടാക്സ് ചെയ്യുന്ന പെർക്വിസിറ്റ്. അതുപോലെ തന്നെ പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും എക്സെപ്റ്റ് ആയിട്ടുള്ള പെർക്വിസിറ്റ്. അപ്പോൾ പെർക്വിസിറ്റ് എല്ലാവർക്കും ടാക്സ് ചെയ്യുന്ന പെർക്വിസിറ്റ് നമുക്കറിയാം, പെർക്വിസിറ്റ് എല്ലാ എംപ്ലോയീസിനും എക്സെപ്റ്റ് ചെയ്ത പെർക്വിസിറ്റ് നമുക്കറിയാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പെർക്വിസിറ്റ് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. മുകളിലെ പെർക്വിസിറ്റ് ആർക്കായിരുന്നു ടാക്സ് ചെയ്യുന്നത്? എല്ലാ എംപ്ലോയീസിനും ടാക്സ് ചെയ്യുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിൽ ഒരു എംപ്ലോയിക്കും എന്തല്ല, പെർക്വിസിറ്റ് ടാക്സബിൾ അല്ല. മൂന്നാമത്തെ കേസിൽ ഈ പെർക്വിസിറ്റ്സ് ടാക്സ് ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? സ്പെസിഫൈഡ് എംപ്ലോയീസിനാണ്. എവിടെയും ഇൻകം ടാക്സിൽ സ്പെസിഫൈഡ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് സ്പെസിഫൈ ചെയ്യുന്ന, ഡിഫൈൻ ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആളുകൾ എന്നില്ലാണ് അതിൻ്റെ അർത്ഥം. ഫൈൻ. അപ്പോൾ അത് സ്പെസിഫൈഡ് എംപ്ലോയി ആരാന്നുള്ളതും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ മൂന്നായിട്ട് പെർക്വിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസും, പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസും, അതുപോലെ തന്നെ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ടു സ്പെസിഫൈഡ് എംപ്ലോയീസും. ഈ ഓരോ കാറ്റഗറിയിലെയും ഓരോരോ പെർക്വിസിറ്റ്സും അതെങ്ങനെ വാല്യൂ ചെയ്യും, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് കാറ്റഗറി ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് exempt from tax in case of all employees. Yes, starting. പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഫ്രം ടാക്സ് ഇൻ ഓൾ കേസസ്. ഈ പെർക്വിസിറ്റ്സ് ഒന്നും എന്തല്ല, ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഓൾ ദീസ് പെർക്വിസിറ്റ്സ് ആർ എക്സെപ്റ്റ്സ്. അപ്പോൾ ഈ പെർക്വിസിറ്റ്സ് ഏത് എംപ്ലോയീസിന് ഉണ്ടായി കഴിഞ്ഞാലും അത് നമ്മൾ എന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്തിട്ട് ആ അസസിൻ്റെ സാലറിൻ്റെ പാർട്ടായിട്ട് കാണിക്കില്ല. കാരണം ഓൾ ദീസ് പെർക്വിസിറ്റ്സ് ആർ എക്സെപ്റ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ എക്സെപ്റ്റ് ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഫ്രം ടാക്സ് ഇൻ ഓൾ കേസസ് എന്നിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടെലിഫോൺ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റെസിഡൻസ് ആവട്ടെ ഓഫീസിലാവട്ടെ എവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് ഈസ് നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. കാരണം നമുക്കറിയാം ടെലിഫോൺ എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ എംപ്ലോയിക്ക് നമ്മൾ ടെലിഫോൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും അതുപോലെ തന്നെ ഒഫീഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആക്സസിബിലിറ്റി വീട്ടിൽ നിന്ന് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ആയിരിക്കാം ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നത്, ടെലിഫോണിന് പെർക്വിസിറ്റ് എക്സെപ്റ്റ് ചെയ്ത്. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് അല്ല കേട്ടോ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അലവൻസ് ആയി തരില്ല, നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി തരികയാണ്. പക്ഷേ ആര് കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയർ എൻഗേജ്ഡ് ഇൻ പാസഞ്ചർ ഓർ ഗുഡ്സ് ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ പാസഞ്ചർ സർവീസോ ചെയ്യുന്ന എംപ്ലോയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവുള്ളൂ, എക്സെപ്റ്റ് പെർക്വിസിറ്റ് ആവുള്ളൂ. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് അലവൻസ് പെർക്വിസിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ എംബസീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തതാണ് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഫോർ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനത്തെ പെർക്വിസിറ്റ്സ് എന്താണ്, ടാക്സബിൾ അല്ല, എക്സെപ്റ്റ് ആണ്. റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഹവേഴ്സിനിടയിൽ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ നമുക്ക് സ്നാക്സ് ടീ ഒക്കെ കിട്ടില്ലേ, അതൊക്കെ എക്സെപ്റ്റ് ആണ്. പിന്നെ സബ്സിഡൈസ്ഡ് ലഞ്ചിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലഞ്ച് ഡ്യൂറിങ് ദ വർക്കിംഗ് ഹവേഴ്സ് ലഞ്ച് പ്രൊവൈഡ് ചെയ്താണ് എംപ്ലോയിക്ക്, അപ്പോൾ എക്സെപ്റ്റ് ആണ്. പക്ഷേ വാല്യൂ അപ് ടു 50 പെർ മീലാണെങ്കിലാണ് എന്ത് കിട്ടുക, എക്സെപ്ഷൻ കിട്ടുക. എക്സീഡിങ് 50 പെർ മീലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പെർ മീല് കൊടുക്കുന്ന ഒരു മീലിന് എബോവ് 50 റുപ്പീസാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ അത് എന്തല്ല, എക്സെപ്റ്റ് അല്ല, ഫുള്ളി ടാക്സബിൾ ആണ്. പക്ഷേ 50 പെർ മീൽ വരെയല്ല, 50 പെർ മീലിന് 50 വരെയല്ല മീൽ പ്രൊവൈഡ് ചെയ്യാണ് ആര്, എന്താ പറയുക, നമ്മുടെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സെപ്റ്റ് ആണ്. പിന്നെ റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്ന റിക്രിയേഷണൽ ഫെസിലിറ്റീസ് പറഞ്ഞപ്പോൾ ക്യാൻറ്റീൻ, അതുപോലെ തന്നെ വേറെ വല്ല വടവീച്ച അതർ ഫെസിലിറ്റീസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, റിക്രിയേഷനൊക്കെ വേണ്ടിയിട്ട് റിഫ്രഷ്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, എക്സെപ്റ്റ് ആണ്. ദീസ് ആർ ഓൾ എക്സെപ്റ്റ് പെർക്വിസിറ്റ്സ്. പിന്നെ എമൗണ്ട് സ്പെൻഡ് ഓൺ ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ സ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, എക്സെപ്റ്റ് പെർക്വിസിറ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 10(5) പറയുന്നതാണ്. ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി നമ്മുടെ ഡ്യൂറിങ് വർക്കിംഗ് ഹവേഴ്സോ അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റോ എംപ്ലോയിക്ക് അതുപോലെ തന്നെ എംപ്ലോയിൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് എബ്രോഡ് വിത്തിൻ ഇന്ത്യയോ ഔട്ട്സൈഡ് ഇന്ത്യയോ ടൂർ പോകാൻ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ആര് പ്രൊവൈഡ് ചെയ്യും, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് ലീവ് ട്രാവൽ കൺസെഷൻ. ഈ ലീവ് ട്രാവൽ കൺസെഷന് എക്സംഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ട്രാവൽ ബൈ എയർ. നമ്മളിപ്പോൾ നിങ്ങളൊരു SBIയിൽ വർക്ക് ചെയ്യുന്ന ഒരു SBIയിലെ മാനേജറാണ്, നിങ്ങൾക്ക് ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ട്. ലീവ് ട്രാവൽ കൺസെഷൻ സാധാരണ ഒരു 2 ജേണിക്കാണ് നമ്മൾ കൊടുക്കുക ഇൻ എ ബ്ലോക്ക് ഓഫ് 4 years എന്ന് പറഞ്ഞാൽ ഓരോ ഇയർ ബ്ലോക്ക് ഉണ്ടാവും. ഫസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇയർ ഇപ്പോൾ 2018-19
അതുപോലെ തന്നെ 1920, 2021, 21, 22 അങ്ങനെ ഒരു 4 ബ്ലോക്ക് ഉണ്ടാവും. ഈ 4 ബ്ലോക്കിൽ എപ്പോൾ ആണെങ്കിലും ഈ എംപ്ലോയിക്കും ഫാമിലിക്കും 2 ടൈംസ് എന്ത് ചെയ്യുക, ജേണി പോവുക. അപ്പോൾ ആ രീതിയിലായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ലീവ് ട്രാവൽ കൺസെഷൻ കൊടുക്കുക. അപ്പോൾ ലീവ് ട്രാവൽ കൺസെഷൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു യാത്ര പോവാം വിത്തിൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പോകുന്നതിൻ്റെ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്ത് തരും? എംപ്ലോയർ മീറ്റ് ചെയ്ത് തരും. അങ്ങനെ മീറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ആ മീറ്റ് ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് പെർക്വിസിറ്റ് ആണ് ആക്ച്വലി. പക്ഷേ ആ പെർക്വിസിറ്റിൻ്റെ ഒരു പോർഷൻ എക്സെപ്റ്റ് ആണ്. ആ ഏത് പോർഷനാണ് എക്സെപ്റ്റ് ചെയ്യുന്നില്ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ബൈ എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിമാനമാർഗ്ഗമാണ് നമ്മൾ യാത്ര ചെയ്തെങ്കിൽ നമുക്ക് ആക്ച്വലി ചിലവ് ആ എക്സ്പെൻസ്, അല്ലെങ്കിൽ എക്കോണമി ക്ലാസ്സിലെ ഫെയർ. ബിസിനസ് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല, ലെക്ചറൊന്നും വേണ്ട. എക്കോണമി ക്ലാസ്സിലെ ഫെയർ, അത് ആരുടെ ഫെയർ? ഖത്തർ എയർവേസിൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒന്നുമല്ല, എയർ ഇന്ത്യ കമ്പനിയുടെ. എയർ ഇന്ത്യ കമ്പനി എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ എയർ ഇന്ത്യ കമ്പനിയുടെ ഫെയർ. ഇതിലേതാണോ ലോവർ അതാണ് എന്ത് വാല്യൂ, ട്രാവൽ ബൈ എയർ ആണെങ്കിൽ. ഇനി ട്രാവൽ ബൈ അതർ മോഡ്. ട്രാവൽ ബൈ അതർ മോഡ് പറഞ്ഞാൽ നമുക്ക് ഷിപ്പിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോവാം, വേറെ ട്രെയിനിന് പോവാം, ബസ്സിന് പോവാം, അങ്ങനെയൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ട്രാവൽ ബൈ എയർ അതർ മോഡാണെങ്കിൽ അവിടെ റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ ആണോ നോക്കണം. റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ അങ്ങോട്ടുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ചിലവായത്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് റെയിൽവേ AC ഫെയർ, ഇതിലേതാണോ ലോവർ അതെന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ഇനി റെയിൽവേ ഫെസിലിറ്റി നോട്ട് അവൈലബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ അവിടെ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണോ, അല്ല മറ്റേ തൂങ്ങി പിടിച്ച് പോകുന്ന ജീപ്പോ അല്ലെങ്കിൽ പേപ്പർ ഇടുന്ന മറ്റേ വാനോ അല്ല കേട്ടോ. റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് പെർമിറ്റൊക്കെ അല്ലേ ബസ്സുകളൊക്കെ അല്ലേ ഏരിയയാണ്, KSRTC പോലെയോ അങ്ങനെ ഒക്കെ അല്ലേ ബസ്സുകളൊക്കെ അല്ലേ ഏരിയ ആണെങ്കിൽ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണോ നോക്കുക. റെയിൽവേ ഇല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് ബസ്സിലെ ഫെയർ വിച്ച് എവർ ഈസ് ലോവർ ആണ്. ഇനി റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് ആക്ച്വലി ചിലവായ എക്സ്പെൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരമാണോ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഈ പ്രദേശത്തൂടെ നിങ്ങൾ യാത്ര ചെയ്തത് അതേ ദൂരത്തിന് നമ്മളെ റെയിൽവേയിൽ AC ഫെയർ എത്രയാണോ, ഫോർ എക്സാമ്പിൾ ഞാൻ പോയത് 500 കിലോമീറ്ററാണ്. അപ്പോൾ ഈ റെയിൽവേയിൽ 500 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ എത്രയാണ് AC ക്ലാസ്സിന് ടിക്കറ്റ്, ആ എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ. സോ ദാറ്റ്സ് അബൌട്ട് ട്രാവൽ ബൈ എനി അതർ മോഡിൻ്റെ കേസിൽ ഇങ്ങനെയാണ് എന്തിന് എക്സംഷൻ കിട്ടുക, ലീവ് ട്രാവൽ കൺസെഷൻ എക്സംഷൻ കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതൊരു കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി ഈസി. എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ എക്സംഷൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ഫെയർ, എയർ ഇന്ത്യൻ്റെ ചാർജ്. അപ്പോൾ എല്ലായിടത്തും ആക്ച്വൽ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് മറ്റേ റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ട്രാവൽ ബൈ എയർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പറഞ്ഞാൽ എയർ ഇന്ത്യൻ്റെ എക്കണോമി ക്ലാസ്സിൻ്റെ ഫെയർ. ഇനി ട്രാവൽ ബൈ എനി അതർ മോഡാണെങ്കിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ ആണോ അല്ലേ നോക്കുക. റെയിൽവേ ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ റെയിൽവേൻ്റെ ഫസ്റ്റ് ക്ലാസ് AC ഫെയർ വിച്ച് എവർ ഈസ് ലെസ്. ഇനി ട്രാവൽ ഫെസിലിറ്റി അവൈലബിൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ, റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ഇല്ലതും റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്തതും. റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡീലക്സ് ക്ലാസ് ബസ് ഫെയർ. അപ്പോൾ മറ്റേ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ ആര് വരും, ഡീലക്സ് ക്ലാസ് ഫെയർ വരും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഇതേ ഡിസ്റ്റൻസിന് ഈ റെയിൽവേ ചാർജ് ചെയ്യുന്ന AC ക്ലാസ്സിൻ്റെ ഫെയർ. അപ്പോൾ മൂന്നിലും 4 കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറിയിൽ എയർ വഴി പോകുമ്പോൾ എയർ ഇന്ത്യൻ്റെ റേറ്റാണ് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി റെയിൽവേ ഫെസിലിറ്റി ഉള്ളത്, അപ്പോൾ റെയിൽവേൻ്റെ ഫെയർ റേറ്റാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ അപ്പോൾ ബസ്സിൻ്റെ ഡീലക്സ് ബസ്സിൻ്റെ ഫെയർ. നാലാമത്തെ കാറ്റഗറി റെക്കഗ്നൈസ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാത്ത കേസ്. അപ്പോൾ ആരാണ് വരുന്നത്, ഫസ്റ്റ് ക്ലാസ് AC ഫോർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് കേസ്. പിന്നെ റൂൾ 2B പ്രകാരം എക്സംഷൻ അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ 2 ജേണീസാണ് പെർഫോംഡ് ഇൻ എ ബ്ലോക്ക് ഓഫ് 4 calendar years. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിൽ 4 വർഷം ബ്ലോക്കിൽ നമ്മളിത് പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ബ്ലോക്കിൽ ഇതിനെ വേണമെങ്കിൽ ക്യാരി ഫോർവേഡൊക്കെ ചെയ്യാം. ഇനി നമ്മൾ മേലെ പറഞ്ഞ എക്സംഷൻ നമുക്ക് കിട്ടുക മോർ ദാൻ അസസിക്കും അതുപോലെ തന്നെ മോർ ദാൻ 2 സർവൈവിങ് ചിൽഡ്രൻ, അസസിക്കും സ്പൗസിനും അതുപോലെ തന്നെ മോർ ദാൻ 2 സർവൈവിങ് ചിൽഡ്രന് കിട്ടത്തില്ല. അപ്പോൾ 1/10/1998 ശേഷമുള്ള 1/10/1998 ശേഷമുള്ള 2 സർവൈവിങ് ചിൽഡ്രന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ദീസ് റെസ്ട്രിക്റ്റീവ് സബ് റൂൾസ് ഷാൾ നോട്ട് ബി അപ്ലൈ ഇൻ റെസ്പെക്ട് ഓഫ് ചിൽഡ്രൻ ബോൺ ബിഫോർ 1/10/1918 ആൻഡ് ഓൾസോ ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ചൈൽഡ്. എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചത് 1/10/98 മുൻപാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചു, എന്നിട്ട് രണ്ടാമത്തെ കുട്ടി ജനിച്ചത് ട്വിൻസായി പോയി. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കുട്ടികളാവും സർവൈവിങ്, ആക്ച്വലി 1+2, അല്ലെങ്കിൽ ട്വിൻസിനെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ 1+ എന്തായാലും 2+ ആവും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, എക്സംഷൻ നമുക്ക് കിട്ടും. പക്ഷേ നേരെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ നമുക്ക് ട്വിൻസാണ്, പിന്നെ നമുക്കൊരു കുട്ടിയാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ എക്സംഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. മാക്സിമം അസസിക്കും സ്പൗസിനും 2 കുട്ടികൾക്ക് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ എക്സംഷൻ ലീവ് ട്രാവൽ കൺസെഷൻ്റെ എക്സംഷൻ കിട്ടുള്ളൂ. പക്ഷേ 1/10/1998 മുമ്പ് ഒരു കുട്ടി ഉണ്ടായി, 1/10/98 ശേഷം ഉണ്ടായ ബർത്തിൽ ട്വിൻസാണ്.
അങ്ങനെയെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. നേരെ റിവേഴ്സ് ആണെങ്കിൽ ആദ്യം ട്വിൻസ് ഉണ്ടായി പിന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് കിട്ടില്ല, എക്സംഷൻ കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഹാവ് എ പ്രോബ്ലം നമ്പർ 10. Mr. D went on holiday on 25th December 2019 to Delhi with his wife and 3 children, one son age 5, twin daughters age 2 years. അപ്പോൾ ആദ്യം ഏത് കുട്ടിയുണ്ടായി നമ്മളെങ്ങനെ അറിയാം? ഇവരെ ഏജ് നോക്കിയാൽ മതി. സണ്ണിന് ഏജ് 5 ആണ്. അപ്പോൾ ട്വിൻ ഡോട്ടേഴ്സിന് രണ്ടിനും ഏജ്, ട്വിൻ ഡോട്ടേഴ്സിന് ഏജ് ഡിഫറൻസ് ഉണ്ടാവില്ല കേട്ടോ, രണ്ട് പേരും ഒരുമിച്ചായിരിക്കില്ല ബർത്ത്. ഓക്കെ, അപ്പോൾ സണ്ണിന് 5 years ആണ്, ബാക്കി 2 പേർക്കും 2 years ആണ്. അപ്പോൾ ആരാണ് എൽഡർ? സണ്ണ്. ഫസ്റ്റ് സണ്ണ് സിംഗിളാണ്, ഫസ്റ്റ് ബർത്ത്. രണ്ടാമത്തെ ബർത്താണ് ട്വിൻസ്. അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ 2 പേർക്കുള്ള റെസ്ട്രിക്ഷൻ അപ്ലിക്കബിൾ അല്ല എന്നല്ലേ. അവർ എക്കോണമി ക്ലാസ്സിൽ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ എക്കോണമി ക്ലാസ്സിന് ഫ്ലൈറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അല്ലെങ്കിൽ നമ്മുടെ ആരുടെ ഫ്ലൈറ്റ് ചാർജ്, എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ചാർജ് വിച്ച് എവർ ഈസ് ലെസ് ആണ് എക്സംഷൻ നമുക്കറിയാം സെക്ഷൻ 10(5). ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ടിക്കറ്റ് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ വാസ് 60,000, 45,000 ഫോർ അഡൾട്ട്, 15,000 ഫോർ 3 മൈനർ ചൈൽഡ്. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് LTC എക്സംപ്റ്റ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ചിലവായത് 60,000 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് 3 കുട്ടികളുണ്ട്, 3 ചിൽഡ്രനും ഉണ്ട്, അതുപോലെ തന്നെ സ്പൗസും സ്പൗസും ഉണ്ട്. ഇവരെല്ലാവരും എലിജിബിളാണ്. എന്തുകൊണ്ടാണ് എലിജിബിൾ? 2 കുട്ടികൾക്കേ ശരിക്കും കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ഡേറ്റ് 1/10/1998 ശേഷമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടി സിംഗിളായിട്ട്, പിന്നത്തെ കുട്ടിയാണ് ഡബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെയർ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് 60,000 നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സോ അപ്പോൾ ആ പ്രൊവിഷനൊക്കെ കോട്ട് ചെയ്തുമാണ് നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പെർക്വസിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ലാതെ എല്ലാതും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ പഠിക്കൊന്നും വേണ്ട. ദിസ് ഈസ് സിംപ്ലി ലോജിക്ക്, എല്ലാം ലോജിക്കാണ്, അല്ലാതെ ലോജിക്കില്ലാത്ത ഇല്ലോജിക്കലായിട്ട് ഒന്നുമില്ല ഇവിടെ. ഫൈൻ. നെക്സ്റ്റ് എബോവ് ഇല്ലൂസ്ട്രേഷനിൽ there if among his 3 children the twins were 5 years, ട്വിന്നിന് 5 വയസ്സും അതുപോലെ തന്നെ സണ്ണിന് 3 വയസ്സും ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഇഷ്യൂ ഉണ്ടാവാൻ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നോക്ക്, ട്വിന്നിന് 5 വയസ്സാണെങ്കിൽ 2 ട്വിൻസിന് 5 വയസ്സ്, അതുപോലെ തന്നെ അതർ കുട്ടിക്ക് 3 വയസ്സ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം ആരാണ് ബർത്ത്? ട്വിൻസാണ്. അപ്പോൾ ആദ്യം ട്വിൻസ്, പിന്നെ സിംഗിൾ വന്നു കഴിഞ്ഞാൽ ആദ്യമേ 2 കുട്ടികളായി. പിന്നെ വന്ന ഈ 3 വയസ്സുള്ള സണ്ണുണ്ടല്ലോ, അവന് എക്സംഷൻ കിട്ടൂല. അപ്പോൾ നമുക്കറിയാം ഇവിടെ 45,000 രൂപയാണ് മറ്റേ അഡൾട്ടിനായത്, ബാക്കി 15,000 3 പേർക്കും കൂടെ ആയത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് ആയത് 5,000 രൂപയാണ്. അപ്പോൾ ആ 5,000 രൂപയ്ക്ക് ഇവിടെ എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. ആ 5,000 രൂപ എന്താവും? ടാക്സബിൾ ആവും. അപ്പോൾ എക്സംപ്റ്റഡ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 നിന്ന് ആ സണ്ണിൻ്റെ എമൗണ്ട് ആയ 5,000 കുറച്ചിട്ടില്ല, ബാക്കി 55,000 ആയിരിക്കും എന്തുണ്ടാവുക? ടാക്സബിൾ എക്സംപ്റ്റഡ് ലീവ് ട്രാവൽ കൺസെഷൻ അണ്ടർ സെക്ഷൻ 10(5). അപ്പോൾ ഇത്രേ ഉള്ളൂ ലീവ് ട്രാവൽ കൺസെഷൻ. മൂവിങ് ഓൺ ടു സെക്കൻഡ് പെർക്വിസിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഒരുപാട് ലിമിറ്റ് കാര്യങ്ങൾ അങ്ങനെ കാണുമ്പോഴൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്സ് ആർ വെരി ഈസി. നിങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തിങ്സ് വിൽ ബി ലിറ്റിൽ മോർ ഈസി. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ജമ്പിൾഡ് ആയിട്ട് എല്ലാം കൂടെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ടെൻഷൻ ആവും. അത്രയൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. തിങ്സ് ആർ ഈസി. നമ്മളൊരു മൈൻഡ് വെച്ച്, നമ്മളൊരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഈസി. ഫൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സ് 3 കാറ്റഗറിയാണ്. പെർക്വിസിറ്റ്സ് എക്സെപ്റ്റ് ഫോർ ഓൾ എംപ്ലോയീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് കാറ്റഗറി പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. തേർഡ് വൺ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. അപ്പോൾ അതിൽ സെക്കൻഡ് കാറ്റഗറി പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പെർക്വിസിറ്റ്സ് വരും. അപ്പോൾ ഇതിൽ എന്താണ് എക്സെപ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ടാക്സ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്, അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ എംപ്ലോയിക്കോ എംപ്ലോയിൻ്റെ ഫാമിലിക്കോ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പെൻസസുകളൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുക? നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പെർക്വിസിറ്റ്. ആ പെർക്വിസിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൽ എക്സംഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ടാക്സബിൾ എന്താണ്, ഇത് ആർക്കൊക്കെയാണ് ഈ ബെനിഫിറ്റ് കിട്ടുക, മറ്റു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നിങ്ങൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടുള്ള ചാർട്ടർ അക്കൗണ്ടൻ്റ് ആണ്, ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി തന്നത് ഇന്ത്യയിലാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഇൻഫോസിസിലൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുക അല്ലേ. പിന്നെ കൊറോണ ഒക്കെ വന്ന കാരണം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു മതിപ്പുണ്ട് ഇപ്പോൾ. ഫൈൻ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ലതാണ് കേട്ടോ.
ഫൈൻ, നമ്മുടെ ഹോസ്പിറ്റലാണ് അതൊക്കെ. അല്ലാതെ ഗവൺമെൻറ് ജോബിൻ്റെ മാത്രം പുറകെ നമ്മൾ പോയാൽ പോരാ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെയും ഗവൺമെൻറ് സ്കൂൾസിനെയൊക്കെ നമ്മൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത്, അല്ലെങ്കിൽ എംപ്ലോയറെ സ്വന്തം ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത്. ഫോർ എക്സാമ്പിൾ എംപ്ലോയർ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആസ്റ്റർ മെഡിസിറ്റിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ എംപ്ലോയർ ഇറ്റ്സെൽഫ് ഈസ് ഹോസ്പിറ്റൽ അല്ലേ. അപ്പോൾ അങ്ങനെ തരാം. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റൽ, ഈ 3 സ്ഥലത്താണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ നിങ്ങൾക്ക് തന്നതെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല എന്നല്ലേ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഫൈൻ. അപ്പോൾ ഈ 3 ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്? 3 ഹോസ്പിറ്റൽ: ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എംപ്ലോയർ സ്വന്തം ഹോസ്പിറ്റൽ, ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത ഹോസ്പിറ്റൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഈ 3 സ്ഥലത്തും ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ എന്ത് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് ഒന്നും എന്തല്ല, ടാക്സബിൾ പെർക്വിസിറ്റ് അല്ല. അല്ലാതെ മോനെ എവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പേഴ്സണൽ വീട്ടിൽ വന്നിട്ട് നിൻ്റെ ഫാമിലി ഡോക്ടർ പരിശോധിക്കലോ അങ്ങനെ എന്ത് തന്നാലും അതൊക്കെ എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇൻസൈഡ് ഇന്ത്യ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ എംപ്ലോയർ സ്വന്തം ഹോസ്പിറ്റൽ, 3 കേസിലാണെങ്കിൽ എക്സംപ്റ്റ്, അല്ലാത്ത കേസിലൊക്കെ എന്താണ്? ടാക്സബിൾ ആണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, നമ്മുടെ നേതാക്കന്മാരൊക്കെ പോകാറില്ലേ, പട്ടിണി പാവങ്ങളെ നോക്കുന്ന നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ എന്ത് ചെയ്യും? വിദേശത്തേക്കൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ പോകും അല്ലേ. അപ്പോൾ വിദേശത്തേക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് പോകുന്നവരൊക്കെ മണ്ടന്മാരാണ്. കാരണം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അടിപൊളി നോളേജബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് ലോകം ഇവിടെ കണ്ടു. ഇവിടുന്ന് ആളുകളൊക്കെ അമേരിക്കയ്ക്കൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയും ടീംസൊക്കെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് പോയിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അമേരിക്കനെക്കാട്ടിലും ഈ പാൻഡമിക്കൊക്കെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള സംസ്ഥാനവും നാടും രാജ്യമൊക്കെ നമ്മളാണ്. അമേരിക്ക ബുഷ്, നമ്മുടെ ട്രംപണ്ണൻ ഇവിടെ മരുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാത്തതിന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ വി ആർ നോട്ട് ഡൈഗ്രസിങ് ഫ്രം ദ ടോപ്പിക്. കം ബാക്ക് അഗെയിൻ. ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ, നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ നീ ഇൻഫോസിലെ ചീഫ് ഫിനാൻസിങ് ഓഫീസറാണ്. നിനക്ക് ഫോർ എക്സാമ്പിൾ ട്രീറ്റ്മെൻറ്റ് നീ എന്ത് ചെയ്യാണ്? എബ്രോഡ് US പോവാണ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ എവിടെയെങ്കിലും വേണമെങ്കിലും പോയിക്കോ. ഓക്കെ, ചുമ്മാ സ്വപ്നമല്ലേ, എവിടെയും പോകാമല്ലോ. അപ്പോൾ അവിടെ പോണ സമയത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് 3 എക്സ്പെൻസ് ഉണ്ടാവുക. എന്തൊക്കെ വെച്ചാൽ, ഒന്ന് ട്രീറ്റ്മെൻറ്റ്, അവിടെ പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചിലവ്. പിന്നെ അവിടെ പോയിട്ട് എയറിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, യു നീഡ് ടു ഹാവ് ആൻ അക്കോമഡേഷൻ അല്ലേ. അപ്പോൾ അവിടെ സ്റ്റേക്ക് എന്തുണ്ടാവും? എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനും നമുക്ക് എന്തുണ്ടാവും? എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 3 എക്സ്പെൻസ് നമുക്ക് ചിലവാക്കി തരുന്നത്, അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് നമുക്ക് വേണ്ടി ഇൻകർ ചെയ്ത് തരുന്നത് നമ്മുടെ ആരാണ്? എംപ്ലോയറാണ്. കമ്പനി നിങ്ങൾക്ക് തന്നു. പിന്നെ നീ നിൻ്റെ സ്വന്തം കാശ് മുടക്കിയിട്ട് നീ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതൊരു പെർക്വിസിറ്റി മണ്ണാങ്കട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ ആര് തരുമ്പോഴാണ് ഇത് പെർക്വിസിറ്റ് ആവുന്നത്? കമ്പനി നിനക്ക് തരുമ്പോഴാണ് ഇത് പെർക്വിസിറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സംഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നിനക്ക് തന്നത് ബെനിഫിറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റും ബെനിഫിറ്റ് ഓഫ് സ്റ്റേയും ആണെങ്കിൽ നമുക്കറിയാം ഇത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ പോയിട്ട് ചിലവാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ പോയിട്ട് നമ്മൾ ചിലവാക്കുന്ന പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ FEMA ആക്ട് ഒക്കെ ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. RBI റെഗുലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ RBI പറയുന്നുണ്ട് പുറത്ത് വിദേശത്ത് പോയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര പൈസ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നില്ല, ഒരു $2 lakh അങ്ങനെയൊക്കെ എമൗണ്ട് പറയുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ബെനിഫിറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ബെനിഫിറ്റ് ഓഫ് സ്റ്റേ, എക്സംഷൻ കിട്ടും. ഏത് എമൗണ്ട് വരെ എക്സംഷൻ കിട്ടും? RBI പ്രിസ്ക്രൈബ് ചെയ്ത റേറ്റ് വരെ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഫൈൻ. ഇനി ബെനിഫിറ്റ് ഓഫ് ട്രാവൽ പറഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടുക നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ബേസിക് കൺസെപ്റ്റ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടർ ബൈ ആഡിങ് ഓൾ ദ 5 ഹെഡ്സ് ആൻഡ് ഡൂയിങ് ക്ലബിംഗ് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ്. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിന് പറഞ്ഞ പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മുടെ ഏത് എംപ്ലോയിക്കാണോ ഈ ബെനിഫിറ്റ് ഓഫ് ട്രാവൽ കൊടുക്കുന്നത്, ആ എംപ്ലോയിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആ ഇയറിൽ അപ് ടു 2 lakh ആണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ബെനിഫിറ്റ് ഓഫ് ട്രാവലിന് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ കമ്പനി എടുത്തു കൊടുത്താൽ ആ കമ്പനീൻ്റെ ആ ടിക്കറ്റ് എക്സെപ്റ്റ് ആവുള്ളൂ. അല്ലാത്ത കേസിൽ ആ ടിക്കറ്റൊക്കെ അല്ലാത്ത കേസിൽ ബെനിഫിറ്റ് ഓഫ് ട്രാവൽ ടിക്കറ്റ് കമ്പനി എടുത്തു തന്നു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് എന്താണ്? ടാക്സബിൾ ആവും. ഇനി ഈ മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് വല്ല കമ്പനി നിങ്ങളെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് വല്ല മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എടുത്തു തന്നാൽ അതൊക്കെ ഫുള്ളി എക്സെപ്റ്റ് ആണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ബെനിഫിറ്റ് കിട്ടുകയെന്നില്ല, മെഡിക്കൽ ഫെസിലിറ്റി എന്നുള്ളത് എംപ്ലോയിക്ക് മാത്രമേ കിട്ടുള്ളൂ, അതോ വേറെ ആർക്കെങ്കിലും കിട്ടുമെന്നില്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. മെഡിക്കൽ ഫെസിലിറ്റി ആർക്കൊക്കെ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് കിട്ടും, എംപ്ലോയിൻ്റെ സ്പൗസിന് കിട്ടും, ചിൽഡ്രന് കിട്ടും, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവിനും കിട്ടും. ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ MFBS പറഞ്ഞാൽ മദർ ഫാദർ ബ്രദർ സിസ്റ്റർ ഡിപ്പെൻഡൻ്റ് ആവണം കേട്ടോ. ഡിപ്പെൻഡൻ്റ് അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടുക? ഈ മേലെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിന് എക്സംഷൻ കിട്ടുക എംപ്ലോയിക്ക് മാത്രമല്ല, എംപ്ലോയിൻ്റെ സ്പൗസിന് കിട്ടും, കുട്ടികൾ ഡിപ്പെൻഡൻ്റ് ആവട്ടെ ഡിപ്പെൻഡൻ്റ് ആവാത്തവരായിക്കോട്ടെ ചിൽഡ്രന് കിട്ടും, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവിനും കിട്ടും. ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് പറഞ്ഞാൽ ഫാദർ മദർ ബ്രദർ സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് അല്ലാത്ത ബ്രദർ അതൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത് ട്രാവൽ സ്റ്റേ ഒക്കെ ഉണ്ടല്ലോ,
അത് ആർക്കേ പ്രൊവൈഡ് ചെയ്യുള്ളൂ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെല്ലാവരും അച്ഛനും അമ്മയൊക്കെ അവിടെ പോയി അതൊന്നും നടക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ഇത് പട്ടായിക്ക് ടൂറൊന്നുമല്ല. അങ്ങനത്തെ കേസിലൊന്നും എക്സംഷൻ കിട്ടില്ല. എക്സംഷൻ ആർക്കേ കിട്ടുള്ളൂ വെച്ചാൽ പേഷ്യൻറ്റ് ആരാണോ പേഷ്യൻറ്റിന് ആ പേഷ്യൻറ്റിനും കിട്ടും, അതുപോലെ തന്നെ കൂടെ പോണ ഒരാൾക്കും കിട്ടും. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റി ഇത് എല്ലാവർക്കും ടാക്സബിൾ ആണ്. മെഡിക്കൽ ഫെസിലിറ്റി എങ്ങനെയാണ് എന്താണ് അതിൻ്റെ എക്സംഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലിലോ അതുപോലെ തന്നെ എംപ്ലോയറെ സ്വന്തം ഹോസ്പിറ്റലിലോ ആണ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ എത്രയാണോ ആ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ചിലവാക്കിയത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആ പൈസ കംപ്ലീറ്റ് എക്സംപ്റ്റ് ആണ്. അല്ലാത്ത രീതിയിൽ ഇന്ത്യയിൽ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലോ അതൊക്കെ എന്താണ് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ 3 എക്സ്പെൻസാണ് നമുക്ക് പ്രധാനമായിട്ടുണ്ടാവുക. ആ എക്സ്പെൻസിൽ പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻസ് ട്രീറ്റ്മെൻറ്റിന് സ്റ്റേക്ക് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് RBI ഫിക്സ് ചെയ്ത ലിമിറ്റ് വരെ ടാക്സബിൾ അല്ല, എക്സംപ്റ്റ് ആണ്. ഇനി ട്രാവലിന് വേണ്ടിയിട്ട് പൈസ എംപ്ലോയിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh വരെ ഉള്ള ഒരു അസസിക്ക് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എംപ്ലോയിൻ്റെ പേരിൽ എംപ്ലോയർ എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ് എക്സംപ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ ബെനിഫിറ്റിൻ്റെ എക്സംഷൻ ആർക്കാണ് കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയിക്കും എംപ്ലോയിൻ്റെ വൈഫിനും എന്ന് പറഞ്ഞാൽ സ്പൗസിന് എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഫീമെയിൽ ആണെങ്കിൽ എംപ്ലോയിൻ്റെ സ്പൗസ് പറഞ്ഞാൽ മെയിൽ. ഓക്കെ. പിന്നെ ചിൽഡ്രന് കിട്ടും, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിലേറ്റീവിനും കിട്ടും. ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് പറഞ്ഞാൽ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ സ്റ്റേ ആൻഡ് ട്രാവലിൻ്റെ എക്സംഷൻ 1 പേഷ്യൻ്റ് അതുപോലെ തന്നെ 1 അറ്റൻഡിനെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. സോ ലെറ്റ്സ് ഹാവ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് കേസ്. Question number 12. Compute the taxable value of perquisite in respect of medical facilities received by Mr. G from his employer during the previous year 1920. Mr. G എന്ന് പറഞ്ഞ ആളാണ് എംപ്ലോയി. അപ്പോൾ എംപ്ലോയറെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മെഡിക്കൽ പ്രീമിയം പെയ്ഡ് ഫോർ ഇൻഷുറിംഗ് ഹെൽത്ത് ഓഫ് ജി. നമുക്കറിയാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എംപ്ലോയിൻ്റെ ഹെൽത്ത് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എടുത്തു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റ് ആണ്. അപ്പോൾ 7,000 ടാക്സബിൾ പെർക്വിസിറ്റ് ആണോ? അല്ല. അപ്പോൾ അത് നമ്മൾ ടോട്ടലിംഗ് സാലറിൻ്റെ കൂടെ എടുക്കണോ? വേണ്ട. ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജി ബൈ ഹിസ് ഫാമിലി ഡോക്ടർ ഇന്ത്യയിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ നമുക്കറിയാം 3 കേസിൽ: ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ, പിന്നെ നമ്മൾ പറഞ്ഞു എംപ്ലോയർ സ്വന്തം ഹോസ്പിറ്റൽ. ഈ 3 കേസ് അല്ലാതെ ആര് വന്ന് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് ടാക്സബിൾ ആണ്. അപ്പോൾ 5,000 എന്താണ് ഇവിടെ ടാക്സബിൾ ആയിട്ട് നമ്മൾ എടുക്കും. 5,000 ടാക്സബിൾ ആയിട്ട് എടുക്കും. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജി ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എക്സംപ്റ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജീസ് ഗ്രാൻഡ് ഫാദർ ഇൻ എ പ്രൈവറ്റ് ക്ലിനിക്. ഗ്രാൻഡ് ഫാദറിനൊന്നും ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവിൻ്റെ ഡെഫിനിഷനിലൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കിലാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പോൾ ഈ 5,000 കൂടെ നമ്മൾ ഏത് കൊടുക്കുക? 12,000 ആഡ് ചെയ്യുക. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജീസ് മദർ ബൈ എ ഫാമിലി ഡോക്ടറാണ്. അപ്പോൾ അത് എക്സംഷൻ കിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജീസ് ഡിപ്പെൻഡൻറ്റ് ഇൻ എ നഴ്സിംഗ് ഹോമിലാണ്. അതൊക്കെ ഗവൺമെൻറ് അപ്രൂവ്ഡും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതും എന്താണ് നമ്മൾ ആഡ് ചെയ്യണം, 3,000 ആഡ് ചെയ്യണം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജീസ് ബ്രദർ ഇൻഡിപെൻഡൻറ്റ് 6,000. അത് ഇൻഡിപെൻഡൻറ്റ് ബ്രദറാണ്, ഡിപ്പെൻഡൻറ്റ് ബ്രദർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും, ഇൻകമായിട്ട് എടുക്കണം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ ജീസ് ഫാദർ 75 years ഡിപ്പെൻഡൻറ്റ് അബ്രോഡാണ് കേട്ടോ, 50,000. അതിൻ്റെ 2 ലൈൻ നെക്സ്റ്റ് ലൈനല്ല, അതിൻ്റെ അടുത്ത ലൈനിൽ ലിമിറ്റ് പിന്നെ എക്സ്പെൻസസ് ഓഫ് സ്റ്റേയിങ് എബ്രോഡ് ഓഫ് ദ പേഷ്യൻറ്റ് 30,000. അപ്പോൾ എബ്രോഡിലെ ട്രീറ്റ്മെൻറ്റ് 50, അതുപോലെ തന്നെ സ്റ്റേ 30,000. ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് RBI 75,000. അപ്പോൾ 50 + 30 ടോട്ടൽ 80 മൈനസ് ലിമിറ്റ് 75. അപ്പോൾ ബാക്കി ടാക്സബിൾ ചെയ്യുക 5,000. അപ്പോൾ ഇവിടെ ടാക്സ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫാമിലി ഡോക്ടറിൻ്റെ ഒരു 5,000, പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു 12,000, പിന്നെ ഒരു 3,000, പിന്നെ അതുപോലെ തന്നെ 6,000, പിന്നെ എബ്രോഡിലൊരു 5,000. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടാക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ 39,000 കാരണം. അപ്പോൾ നിങ്ങൾ ആ റെലവൻറ്റ് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം, യു ഷുഡ് പ്രസൻറ്റ് ഇറ്റ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് റിഗാർഡിംഗ് മെഡിക്കൽ ബെനിഫിറ്റ്. ഇതാണ് മെഡിക്കൽ ബെനിഫിറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പെർക്വിസിറ്റ്. നെക്സ്റ്റ് RFA എന്ന് പറഞ്ഞാൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഐ ഹാഡ് ഓൾറെഡി ടോൾഡ് യു, നമ്മുടെ പെർക്വിസിറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, നിങ്ങളൊരു ഇൻഫോസിസിലെ നിങ്ങളൊരു എംപ്ലോയി ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെസിലിറ്റി ഓഫ് സ്റ്റേ അല്ലേ, അക്കോമഡേഷൻ ആര് പ്രൊവൈഡ് ചെയ്യും? കമ്പനി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതെന്താണ് ടാക്സബിൾ ആണോ അല്ലേ, അതിൻ്റെ വാല്യൂ നമ്മളെങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എംപ്ലോയർ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഇപ്പോൾ എംപ്ലോയർ നിനക്കൊരു വീട് തന്നു, അതിൻ്റെ വാടക എംപ്ലോയറിന് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അപ്പോൾ അത് പെർക്വിസിറ്റ് ആണോ? അതൊരിക്കലും അല്ല. കാരണം നീ വാടക കൊടുത്താൽ താമസിക്കുന്നത്. വാടക കൊടുക്കാതെ ഫ്രീ ആയിട്ട് എംപ്ലോയർ ഒരു വീട് വാടകയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ എംപ്ലോയർ ഒരു കമ്പനീൻ്റെ സ്വന്തം വീട് നിനക്ക് യൂസ് ചെയ്യാൻ തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നീ റിട്ടയർ ആയി പോകുമ്പോൾ നിനക്ക് ആ വീട് എടുത്തുകൊണ്ടാകാൻ പറ്റൂല. നിനക്ക് ആ വീട് യൂസ് ചെയ്യുക. ഓക്കെ, യു ക്യാൻ ഓൺലി യൂസ് ദ ഹൗസ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ
അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പെർക്വിസിറ്റ് ആണല്ലോ, ബെനിഫിറ്റ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പെർക്വിസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എങ്ങനെയെന്നുള്ളത് അത് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു വാല്യൂ ദ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ കമ്പനി ടു എംപ്ലോയി. അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് ഏത് ടൈപ്പ് എംപ്ലോയിക്കാണെന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു എൻ ഗവൺമെൻറ് എംപ്ലോയി, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആരേക്കാരം, ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, സെൻട്രൽ, ബോത്ത് ലോക്കൽ അതോറിറ്റിയൊക്കെ ഗവൺമെൻറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓരോ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്രോപ്പർട്ടിക്കും ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നൊരു എമൗണ്ട് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ലൈസൻസ് ഫീ. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിയാണ് നമ്മുടെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തത്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് എംപ്ലോയറായ ഗവൺമെൻറ്റാണ് എങ്കിൽ ആ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഫീ ആയിരിക്കും. സോ ഒരു പ്രോപ്പർട്ടി ഉറപ്പായിട്ടും ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിൽ നമുക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. ഇറ്റ് ഈസ് ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ്. ഇനി ഇഫ് ഇറ്റ് ഈസ് അതർ എംപ്ലോയി എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഈ ഹൗസ് പ്രൊവൈഡ് ചെയ്തത് എംപ്ലോയറാണ്. എംപ്ലോയർ ഈ ഹൗസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്തർ ആ വീട് വാടകയ്ക്ക് എടുത്തതാവാം, ഹയേർഡ് ആവാം, അല്ലെങ്കിൽ ആ വീട് എംപ്ലോയറെ സ്വന്തം വീടാവാം. അപ്പോൾ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആകുമ്പോഴും അതുപോലെ തന്നെ ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ ആകുമ്പോഴും ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഡിഫറൻ്റ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എംപ്ലോയറെ സ്വന്തം വീട് എംപ്ലോയർ ആർക്ക് കൊടുക്കുകയാണ്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പ്രത്യക്ഷത്തിൽ റെൻ്റൽ എക്സ്പെൻസ് എന്നൊരു എക്സ്പെൻസ് നമ്മൾ എംപ്ലോയർക്ക് വരുന്നുണ്ടോ? ഒരിക്കലും വരുന്നില്ല. ബിക്കോസ് ദിസ് ഹൗസ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. സോ ഇൻ ദാറ്റ് കേസ് വി ആർ ഗോയിങ് ടു ഡിസൈഡ് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ആക്ച്വലി വാല്യൂ ചെയ്യുന്നത് ആ വീടിനെ അല്ല. കാരണം ആ വീടല്ല നമ്മൾ എംപ്ലോയിക്ക് എടുക്കാൻ കൊടുക്കുന്നത്, മറിച്ച് നമ്മൾ യൂസ് ചെയ്യാനാണ് കൊടുക്കുന്നത്. അപ്പോൾ എംപ്ലോയിക്ക് ആ വീടിൽ നിന്നുള്ള ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് അക്കോമഡേഷനാണ്. അപ്പോൾ ആ യൂസ് ഓഫ് അക്കോമഡേഷൻ എന്നുള്ള ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സാലറിൻ്റെ ഭാഗമായിട്ടാക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യുക പോപ്പുലേഷൻ്റെ ബേസിലാണ്. റീസെൻ്റായിട്ട് അവിടെ നടന്ന പോപ്പുലേഷൻ്റെ ബേസിലാണ്. ഏത് സിറ്റിയിലാണോ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് ആ സിറ്റിയിൽ പോപ്പുലേഷൻ അപ് ടു 10 lakh വരെ ഉള്ളൂ എങ്കിൽ 7.5% ഓഫ് സാലറി ആയിരിക്കും ആ വർഷത്തേട്ടുള്ള അദ്ദേഹത്തിൻ്റെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ലെസ് ദാൻ 10 lakh ആണെങ്കിൽ 7.5% ഓഫ് സാലറി. ഇനി പോപ്പുലേഷൻ മോർ ദാൻ 10 lakh ആണ് ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 lakh ആണ് എങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് കേസിലും ലെസ് ദാൻ ഈക്വൽ ടു 25 lakh ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറി. ഇനി പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh ആണെങ്കിൽ 15% ഓഫ് സാലറി. അപ്പോൾ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 3 സ്ലാബ് വെച്ച് നമ്മൾ പോപ്പുലേഷൻ്റെ ബേസിലാണ് നമ്മൾ വാല്യൂ RFIൻ്റെ കാണുക. RFI മീൻസ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ. ഫസ്റ്റ് കേസ് പോപ്പുലേഷൻ അപ് ടു 10 lakh ആണെങ്കിൽ 7.5% ഓഫ് സാലറി. പോപ്പുലേഷൻ എബവ് 10 lakh ബിലോ 25 lakh 10% ഓഫ് സാലറി. ദെൻ പോപ്പുലേഷൻ എബവ് 25 lakh 15% ഓഫ് സാലറി. ഇനി ഹൗസ് ഈസ് ഹയേർഡ് ബൈ എംപ്ലോയർ. ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ എന്ന് പറയുമ്പോൾ എംപ്ലോയർക്ക് ആക്ച്വലി ഒരു എക്സ്പെൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്, എന്ത്, ഹയർ ചാർജ്. അപ്പോൾ ഈ ഹയർ ചാർജ് തന്നെ ആയിരിക്കും ആക്ച്വലി എന്ത്, ആ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. പക്ഷേ ഹയർ ചാർജസ് ഒരിക്കലും നമ്മളിവിടെ നേരത്തെ ഇവിടെ 25 lakh അബവ് നമ്മുടെ പോപ്പുലേഷൻ വരുന്ന സമയത്ത് നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ സാലറിൻ്റെ 15% അല്ലേ, ആ സാലറിൻ്റെ 15%-നേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഹയേർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ഓഫ് സാലറി അല്ലെങ്കിൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. എന്തുകൊണ്ടാണ് എംപ്ലോയർ ഹയർ ചാർജ് കൊടുക്കുന്നത്? കാരണം ഈ വീട് എംപ്ലോയർ ഹയർ ചെയ്തതാണ്, അല്ലാതെ എംപ്ലോയർ ഓൺ ചെയ്യുന്ന വീടല്ല. അപ്പോൾ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ അല്ലെങ്കിൽ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാലറി കണ്ടാലും നമുക്കറിയാം സാലറിക്ക് എന്തുണ്ടാവും, ദർ വിൽ ബി എ മീനിങ്. അപ്പോൾ നമ്മൾ HRൻ്റെ കേസിൽ സാലറി കണ്ടു, ഗ്രാറ്റുവിറ്റിൻ്റെ കേസിൽ സാലറി കണ്ടു, VRS കോമ്പൻസേഷൻ്റെ കേസിൽ സാലറി കണ്ടു, അതുപോലെ തന്നെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ്റെ കേസിൽ സാലറി കണ്ടു. പിന്നെ ഗ്രാറ്റുവിറ്റി കവേർഡിലും നോൺ കവേർഡിലും ഡിഫറൻ്റ് ആയിരുന്നു ഗ്രാറ്റുവിറ്റി, സാലറി, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എവിടെ സാലറി കണ്ടാലും സാലറിക്ക് ഒരു മീനിങ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് ടിപ്പിക്കലായിട്ടുള്ളൊരു സാലറിയാണ്. ഡോണ്ട് വറി ദാറ്റ് ഐ വിൽ ഗിവ് യു എ ഷോർട്ട് കട്ട് ടു സ്റ്റഡി. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ സമയത്ത് നമ്മൾ സാലറി എന്ന് പറഞ്ഞാൽ BDBACM എന്ന് പറയും. BDBACM അത് നമ്മളൊരു ഷോർട്ട് കട്ടാണ്, അതിന് എക്സാമിന് പോയിട്ട് മിന്നാൻ നിൽക്കരുത്. BDBACM എന്ന് പറഞ്ഞാൽ ബേസിക് പേ, DA
ബോണസ്. അപ്പോൾ ഡി എ ഇവിടെ ടേംസ് ആണോ നോട്ട് ടേംസ് ആണോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാ ഡി എ ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ബേസിക് പേ, ഡി എ, ബോണസ്, പിന്നെ ടാക്സിബിൾ അലവൻസസ്, എല്ലാ എംപ്ലോയിക്ക് ടാക്സ് ചെയ്യുന്ന എല്ലാ അലവൻസും. അപ്പോൾ നമ്മൾ പാർഷ്യലി എക്സെപ്റ്റ് അലവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എക്സെപ്റ്റ് പോർഷൻ ഒഴിവാക്കി ടാക്സിബിൾ പോർഷൻ എല്ലാം എടുക്കുക. പിന്നെ കമ്മീഷൻ, ദെൻ അതർ മോണിറ്ററി ഇൻകം ഇൻക്ലൂഡിങ് പെർക്വിസിറ്റി, എല്ലാ പെർക്വിസിറ്റും, ഈ പെർക്വിസിറ്റി ഒഴികെ ബാക്കി എല്ലാ പെർക്വിസിറ്റും. പിന്നെ ഇതിൽ എക്സ്ക്ലൂഡിങ് പറയുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും അതുപോലെ തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പി എഫിലോട്ടുള്ളതും ഇൻട്രസ്റ്റും, അതിമല്ലേ പി എഫുമല്ലേ ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പോൾ ബി ഡി ബി എസ് ആണ് സാലറി എന്ന് പറഞ്ഞാൽ. ബി ഡി ബി എസ് എന്ന് പറഞ്ഞാൽ ബേസിക് പേ, ഡി എ, ബോണസ്, ടാക്സിബിൾ അലവൻസ്, കമ്മീഷൻ, അതർ ഇൻകം ഇൻക്ലൂഡിങ് പെർക്വിസിറ്റി. എക്സ്ക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണ്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവാർഡ് പി എഫ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ഇതാണ് മീനിങ് ഓഫ് സാലറി. നമ്മൾ ഈ 15% ഓഫ് സാലറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാലറിൻ്റെ മീനിങ് ആയിട്ട് എടുക്കേണ്ടത് ബി ഡി ബി എസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് പ്രൊവൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ ഫിക്സ് ചെയ്തത്. അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്തത് ആർക്കാണ്, പ്രൊവൈഡ് ചെയ്തത് അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണോ കൊടുക്കുന്നത് അതോ സ്വന്തം വീടാണോ കൊടുത്തത് നോക്കുക. സ്വന്തം വീടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക. അപ് ടു 10 lakh ആണെങ്കിൽ 7.5% ഓഫ് സാലറി, 10 lakh to 25 lakh ആണെങ്കിൽ 10% ഓഫ് സാലറി, അബൌട്ട് 25 lakh ആണെങ്കിൽ 15% ഓഫ് സാലറി. ഇനി ഹയർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 15% ഓഫ് സാലറി അല്ലെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് വിച്ച് അവർ ഇസ് ലോവർ ആയിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. പിന്നെ സാലറിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വീടിൻ്റെ കൂടെ വല്ല ഫേണിച്ചറൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫേണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫേണിച്ചർ മാത്രമല്ല, നമ്മൾ വുഡൻ ഫേണിച്ചർ മാത്രമല്ല, ഇൻസ്റ്റഡ് ടി വി, എ സി, അങ്ങനെ വല്ല അതർ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ഹൗ ടു വാല്യൂ ദാറ്റ് എന്നാണ്. അതൊരു പെർക്വിസിറ്റ് ആണല്ലോ. വീട് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ആ ബിൽഡിംഗ് സംഭവം ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് പുറമെ അവിടെ കോട്ട്, അതുപോലെ തന്നെ ടേബിൾ, ചെയേഴ്സ്, ഓൾ ദീസ് തിങ്സ് ആർ പ്രൊവൈഡഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ അത് ഓൺഡ് ബൈ എംപ്ലോയർ ആണോ ഹയർഡ് ബൈ എംപ്ലോയർ ആണോ നോക്കണം. ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ്. 10% ആക്ച്വൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയർ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഫേണിച്ചർ, ഒരു ഡൈനിങ് ടേബിൾ തന്നു. ആ ഡൈനിങ് ടേബിൾ എംപ്ലോയർ പർച്ചേസ് ചെയ്തത് 30,000 rupees അങ്ങനെയെങ്കിൽ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 30,000 ആണ്. ആ 30,000ൻ്റെ 10% ആയിരിക്കും ഈ വർഷത്തേക്ക് നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ യൂസ് ചെയ്തതിൻ്റെ വാല്യൂ. പിന്നെ ഈ ഫർണിച്ചർ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഫർണിച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ യൂസ് ചെയ്തതിൻ്റെ ബെനിഫിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫീ ഈസ് ഹയർഡ് ബൈ എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹയർ ചാർജസ് പെയ്ഡ് കാരണം. അപ്പോൾ ഇതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന കേസ്. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ വെറും അക്കോമഡേഷൻ്റെ വാല്യൂ ആദ്യം കമ്പ്യൂട്ട് ചെയ്തു. പിന്നെ ഇനി വല്ല ഫേണിച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേണിച്ചർ നമ്മൾ ഹയർഡ് ആണെങ്കിൽ 10% ആക്ച്വൽ ഹയർ ചാർജ് എടുക്കുക. അതുപോലെ തന്നെ ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ 10% ആക്ച്വൽ കോസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ഇനി ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വല്ല എമൗണ്ട് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാണ്. ആരുടെ കയ്യിൽ നിന്ന് റിക്കവറി എന്ന് പറഞ്ഞാൽ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് റിക്കവറി ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാല്യൂ ചെയ്ത റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഒരു 12,000, നമ്മൾ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2,000 നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ചാർജായിട്ട് പിടിച്ചു. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു പെർക്വിസിറ്റിൻ്റെ കേസിലും നമ്മൾ പെർക്വിസിറ്റ് വാല്യൂ ചെയ്തതിന് ശേഷം വല്ല റിക്കവറി നമ്മൾ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എംപ്ലോയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് അല്ല. അപ്പോൾ റിക്കവറി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതൊരു പെർക്വിസിറ്റ് വന്നു കഴിഞ്ഞാലും റിക്കവറി വല്ലതും ഉണ്ടെങ്കിൽ, റിക്കവറി എന്ന് പറഞ്ഞാൽ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ, ചാർജ് ആക്കിയിട്ട് ഈടാക്കുന്നുണ്ടെങ്കിൽ ആ ചാർജ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ദാറ്റ്. അത് എല്ലാ പെർക്വിസിലും അത് തന്നെയാണ് റൂള്. ഇനി അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ഇൻ എ ഹോട്ടൽ. അപ്പോൾ ഇതുവരെ നമ്മൾ വീട്, ഫ്ലാറ്റൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഹോട്ടലിലാണ് എന്ത് ചെയ്യുന്നത്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റി എന്ന് പറഞ്ഞാൽ 24% ഓഫ് സാലറി ഫോർ സച്ച് പീരിയഡ് ഓഫ് സ്റ്റേ കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ സാലറി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി 6 മാസമാണ് ആ വീട്ടിൽ നിന്നെങ്കിൽ ആ 6 മാസത്തെ സാലറിൻ്റെ 10%, 7.5%, 15% അങ്ങനെയാണ് നമ്മൾ എടുത്തായിരുന്നത്. പക്ഷേ നമ്മളിവിടെ 24% ഓഫ് സാലറി എടുക്കുന്നത് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മന്താണ് അയാൾ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്ത ഹോട്ടൽ ഫെസിലിറ്റി യൂസ് ചെയ്ത് ആ പീരിയഡിലോട്ടുള്ള സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആക്ച്വൽ ചാർജസ് പെയ്ഡ് ഇൻ ടു ഹോട്ടലിൽ പിന്നെ ഫ്രീ ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആക്ച്വൽ ചാർജസ് പെയ്ഡ് ടു ഹോട്ടൽ. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് എവർ ഈസ് ലീസ്റ്റ് അതായിരിക്കും ഹോട്ടൽ അക്കോമഡേഷൻ്റെ വാല്യൂ. ഇനി ഹോട്ടൽ അക്കോമഡേഷന് നമ്മൾ പെർക്വിസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഈ പീരിയഡ് ഓഫ് സ്റ്റേ ലെസ് ദാൻ 15 days ആണ്. അതുപോലെ തന്നെ ആ 15 days നമ്മൾ പീരിയഡ് ഓഫ് സ്റ്റേ വന്നത് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ പെർക്വിസിറ്റ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട്
ഇൻ കേസ് ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 24% ഓഫ് സാലറി ഫോർ സച്ച് പീരിയഡ് ഓഫ് സ്റ്റേ ഓർ ആക്ച്വൽ ചാർജസ് പെയ്ഡ് ഇൻ ഹോട്ടൽ വിച്ച് എവർ ഈസ് ലോവർ. പിന്നെ അതുപോലെ തന്നെ 15 ഡേയ്സിൽ പീരിയഡ് ഓഫ് സ്റ്റേ ലെസ് ദാൻ 15 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റേ റിലേറ്റിംഗ് ടു എന്തുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേ വന്നത്, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേ വന്നത് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളത് പെർക്വിസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യൂല. ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഓൺ RFA, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. However, I left to tell you one more thing before entering the problem. നമ്മൾ DA എടുക്കുന്ന സമയത്ത് DA ഫോമിംഗ് പാർട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് DA എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ദറ്റ് ഈസ് റോങ്. നമുക്ക് DA ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് മാത്രമേ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. DA ഫോമിംഗ് പാർട്ട്, DA നോട്ട് ഫോമിംഗ് പാർട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. DA ഫോമിംഗ് പാർട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. DA നോട്ട് ഫോമിംഗ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പ്രോബ്ലം നമ്പർ 13. Mr. C is a finance manager of ABC Limited. Company provided with him a rent-free unfurnished accommodation in Mumbai. Unfurnished accommodation എന്ന് പറഞ്ഞാൽ plain accommodation, furniture ഒന്നുമില്ല. Gives you the following particulars: basic pay ഉണ്ട്, DA ഉണ്ട്, 30% ആണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ബോണസ് എടുക്കുക. ഹൗസ് അലോട്ട് ചെയ്ത് 1/4/2019 പക്ഷേ അവൻ ഹൗസ് ഒക്കുപ്പൈ ചെയ്ത് 1/11/2019. ഇങ്ങനെ ആകുമ്പോൾ ദ കൺഫ്യൂഷൻ ദാറ്റ് മേ അറൈസിങ് ഇൻ യുവർ മൈൻഡ് ഈസ് ദാറ്റ് ഫ്രം വാട്ട് പീരിയഡ് വി ഷുഡ് compute rent-free accommodation. See, although it is allotted on 1st April, the property being used on 1st November only onwards. അപ്പോൾ നമ്മൾ എന്ന് മുതലാണ് എംപ്ലോയി ഇത് യൂസ് ചെയ്തത് അന്ന് മുതലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആക്ച്വലി പെർക്വിസിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് ഈസ് ദാറ്റ് അലോട്ട് ചെയ്താൽ അത് ബെനിഫിറ്റ് ആയിട്ട് ആർക്ക് കിട്ടില്ല, എംപ്ലോയിക്ക് കിട്ടത്തില്ല. എപ്പോൾ മാത്രമേ അത് ബെനിഫിറ്റ് ആവുകയുള്ളൂ, നമ്മളത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ബെനിഫിറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണേണ്ടത് ഏത് മുതലല്ല, 1/4/2019 ഓൺവേർഡ്സ് അല്ല, മറിച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഏത് മുതലാണ്, 1/11/2019 മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ അനദർ തിങ് ടു കീപ് കെപ്റ്റ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് ഇവിടെ നമ്മുടെ കമ്പനി പ്രൊവൈഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻ മുംബൈ. അപ്പോൾ കമ്പനി ഇവിടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് ഗവൺമെൻറ് കമ്പനിയാണോ നോക്കുക, നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കമ്പനിയാണോ നോക്കുക, ഗവൺമെൻറ് ആണോ പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കുക, ഗവൺമെൻറ് അല്ല. അപ്പോൾ അത് അതർ എംപ്ലോയി ആണ്. അതർ എംപ്ലോയി ആകുമ്പോൾ ഹൗസ് ഓൺഡ് ആണോ ഹയർഡ് ആണോ നോക്കുക. അപ്പോൾ ഇവിടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ റെൻ്റ് അടച്ചു, അങ്ങനെ വല്ലതും ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. അങ്ങനെ പറയാത്ത പക്ഷം ഇത് ഏതാണ്, ഓൺഡ് ബൈ ആയിരിക്കുമോ, എപ്പോഴായിരിക്കും റെൻ്റ് അടക്കാതിരിക്കുക, ഓൺഡ് ആകുമ്പോഴാണോ ഹയർഡ് ആകുമ്പോഴാണോ, ഉറപ്പായിട്ട് ഇത് ഓൺഡ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റെൻ്റ് അടക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഹയർഡ് ബൈ അല്ല, ഓൺഡ് ബൈ എംപ്ലോയറാണ്. അപ്പോൾ ഓൺഡ് ബൈ എംപ്ലോയർ നമ്മൾ പോപ്പുലേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണേണ്ടത്. അപ്പോൾ മുംബൈ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മോർ ദാൻ 25 lakh ഇല്ല പോപ്പുലേഷൻ്റെ ഏരിയയാണ്. മോർ ദാൻ 25 lakh പോപ്പുലേഷൻ്റെ ഏരിയയിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോർ ദാൻ 25 lakh ആണ് പോപ്പുലേഷനിൽ 15% ഓഫ് സാലറി. അപ്പോൾ നമ്മൾ സാലറി കാണണം. സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BD/BACM ആണ്. BD/BACM എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ബേസിക് പേ 6,000 ഉണ്ട്. ബേസിക് പേ അപ്പോൾ 6,000 എടുക്കുക. അതുപോലെ തന്നെ DA നമ്മൾ ഫോമിംഗ് പാർട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നോട്ട് ഫോമിംഗ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ DA ഫോമിംഗ് പാർട്ട് പറയുമ്പോൾ 2,000 × 30% പറയുമ്പോൾ 600 വരും. പിന്നെ ഇവിടെ ബോണസ് 1,500 വരും. അപ്പോൾ ടോട്ടൽ 6,000 + 600 + 1,500 എന്ന് പറയുമ്പോൾ 8,100 ഇൻറ്റു നമ്മൾ എത്ര മന്ത്സിലോട്ടാണ് എടുക്കേണ്ടത്, 1/4/2019 മുതൽ നമ്മൾ എടുക്കാൻ പാടുണ്ടോ, ഇല്ല. കാരണം 1/4/2019 മുതൽ നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം ഇത് പ്രൊവൈഡ് ചെയ്ത ഡേറ്റ് ആണ്. നമ്മൾ ഏത് ഡേറ്റ് എടുക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ യൂസിങ് തുടങ്ങിയ ഡേറ്റ് മുതലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡേറ്റ് പറഞ്ഞാൽ 1/11/2019 ഓൺവേർഡ്സ് ആണ്. അപ്പോൾ 5 months, 11, 12, 1, 2, 3, 5 months. ഓക്കെ, അപ്പോൾ ടോട്ടൽ 40,500 കിട്ടും. ആ 40,500ൻ്റെ എത്ര പെർസെൻറ്റേജ്, 15%. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6,075. അപ്പോൾ നമ്മളിവിടെ ഒരു ഹൗസ് കിട്ടിയപ്പോൾ നമ്മൾ ആ ഹൗസിനെ ചുമ്മാ എടുക്കുകയല്ല ചെയ്തത്. ഇത് ഏത് ഹൗസ് എങ്ങനെ ഓൺ ചെയ്തെന്ന് നമ്മൾ കണ്ടു, ഓണാണോ ഹയർഡാണോ കണ്ടു, എംപ്ലോയി ഏതാണെന്ന് നോക്കുക, എംപ്ലോയർ ഏതാണെന്ന് നോക്കുക, ഗവൺമെൻറ് ആണോ നോൺ ഗവൺമെൻറ് ആണോ നോക്കുക. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. സോ ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ വിൽ ബി 6,075. പിന്നെ ഒക്കുപ്പേഷൻ്റെ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെനിഫിറ്റ് അക്രൂ ചെയ്യുക, അല്ലാതെ അലോട്ട് ചെയ്ത റേറ്റ് മുതലല്ല. ഇനി ഇലുസ്ട്രേഷൻ 14. Using the data given in the previous illustration 13, compute the value of rent-free accommodation
if Mr. C is required to pay a rent of 1,000 per month to the company for the use of this accommodation. നമ്മൾ നേരത്തെ കണ്ടു ഇത് 6,075 ആണ് നമ്മുടെ പെർക്വിസിറ്റ്. പക്ഷേ ഓരോ മാസവും നമ്മുടെ എംപ്ലോയി 1,000 രൂപ എംപ്ലോയർക്ക് ഈ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എംപ്ലോയർ എടുക്കുന്നുണ്ട് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റിക്കവറി. ഏതെങ്കിലും പെർക്വിസിറ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എംപ്ലോയർ വല്ല ചാർജും വാങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ പെർക്വിസിറ്റ് ടു ദ എംപ്ലോയി. അതാണ് നമ്മൾ പറഞ്ഞ കേസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 മാസം 1,000 രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ 5,000 റുപ്പീസ് വാങ്ങിയിട്ടുണ്ടാവും. ആ 5,000 നമ്മൾ ഈ 6,075 നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അങ്ങനെ ലെസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? പെർക്വിസിറ്റ് വിൽ ബി ഓൺലി 1,075. 6,075 minus recovery 5,000, that is equal to 1,075. Moving on to illustration 15. Hope you are understanding. Using the data in the given illustration, compute the value of perquisite if ABC Limited has taken his accommodation on lease. Rent of 1,200 per month. Very good. Rent of 1,200 per month. And Mr. C is required to pay a rent of 1,000 per month to the company for the use of this accommodation. അപ്പോൾ 1,200 രൂപ റെൻറ്റിനാണ് ഈ പ്രോപ്പർട്ടി എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കമ്പ്യൂട്ട് ചെയ്യാന്നില്ലാണ്. അപ്പോൾ നമുക്കറിയാം ഹൗസ് ഈസ് ഹയേർഡ് ബൈ എംപ്ലോയർ ആണ്, അല്ലാതെ നമ്മൾ എന്തല്ല ഓൺഡ് ബൈ എംപ്ലോയർ അല്ല. ആ സമയത്ത് നമ്മൾ വാല്യൂ കാണേണ്ടത് 50% ഓഫ് സാലറി അല്ലെങ്കിൽ ഹയർ ചാർജ് പെയ്ഡ് വിച്ച് എവർ ഇസ് ലീസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഹയർ ചാർജ് എടുക്കുക 1,200 × 5. അപ്പോൾ എത്ര? 6,000. ഓർ നമ്മൾ 15% ഓഫ് സാലറി നേരത്തെ തന്നെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സാലറിൻ്റെ ഡെഫിനീഷനൊക്കെ ആസ് പെർ ഡെഫിനീഷനൊക്കെ വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6,075 ആണ് എന്നില്ല നമ്മളിവിടെ മുകളിൽ കണ്ട്. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഏതാണ് വിച്ച് എവർ ഈസ് ലോവർ? 6,000 ആണ് ലോവർ. അപ്പോൾ നമ്മുടെ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ 6,000 കാരണം. ഇനി എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും നമ്മൾ 5,000 രൂപ വെച്ച് റിക്കവറി ഉണ്ട് അല്ലേ? ലുക്ക് ഹിയർ, ദ റിക്കവറി ഈസ് ഹാപ്പനിങ് ഹിയർ. സോ 1,000 പെർ മന്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിക്കവറി ഉണ്ട്. അപ്പോൾ അങ്ങനെ റിക്കവറി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പെർക്വിസിറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം എംപ്ലോയി പൈസ കൊടുത്തുകൊണ്ട് എന്താ പറയുക വാങ്ങുന്ന ബെനിഫിറ്റ് ഒന്നും അവൻ എന്തല്ല, പെർക്വിസിറ്റ് അല്ല. അപ്പോൾ 5,000 നമ്മൾ ലെസ് ചെയ്യുന്ന സമയത്ത് ടാക്സിബിൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി 1,000. Using the given illustration 13, compute the value of the perquisite if ABC Limited has provided a television. എന്താ പ്രൊവൈഡ് ചെയ്തത്? ടെലിവിഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫേണിഷ്ഡ് അക്കോമഡേഷനും അൺഫേണിഷ്ഡ് അക്കോമഡേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഫേണിഷ്ഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫേണിച്ചറിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. വാല്യൂ കൺസിഡർ ചെയ്യാൻ നമ്മൾ എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഡു? നമ്മൾ ആ ഫേണിച്ചർ ഹയേർഡ് ആണോ ഹോണ്ട് ആണോ നോക്കുക. ഹയേർഡ് ആണെങ്കിൽ ഹയർ ചാർജ് ആഡ് ചെയ്യുക. ഹോണ്ട് ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഓഫ് ABC if ABC ഹാസ് പ്രൊവൈഡഡ് എ ടെലിവിഷൻ. WDV 10,000, കോസ്റ്റ് 25,000. അപ്പോൾ അത് ഹയേർഡ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ ടെലിവിഷൻ്റെ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു 10%, 25,000 ഇൻറ്റു 10%, 2,500. 2 എയർ കണ്ടീഷണർ പ്രൊവൈഡ് ചെയ്തു. ആ എയർ കണ്ടീഷണറിൻ്റെ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 പെർ മന്ത് ഈച്ചാണ്. ഓരോന്നിനും 400 പെർ മന്താണ്. അപ്പോൾ 400 × 2, അപ്പോൾ 800 പെർ മന്ത് 2 AC റെൻ്റ് ആവും. ഇത് ഹയേർഡ് ആണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് അല്ല നമ്മൾ എടുക്കേണ്ടത്, ആക്ച്വൽ ഹയർ ചാർജ് എടുക്കേണ്ടത്. അപ്പോൾ 800 × 12, 9,600. അപ്പോൾ 9,600 ACൻ്റെ ചാർജും വരും. അതുപോലെ തന്നെ നമ്മുടെ ACൻ്റെ ബെനിഫിറ്റ്, അതുപോലെ തന്നെ ആ 9,600 ആണ് നമ്മുടെ ACക്ക് വരിക. പക്ഷേ ഈ 9,600 നമുക്ക് എന്ന് മുതലാണ് വരിക? നമുക്ക് അക്കോമഡേഷൻ ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഫുൾ ഇയർ ഇല്ലല്ലോ. നമ്മൾ എന്നാണ് അക്കോമഡേഷൻ ഓൺ ചെയ്യുന്നത്? നമ്മൾ എന്നാണ് അക്കോമഡേഷൻ ഓൺ ചെയ്യുന്നത്? നമ്മുടെ നവംബറിലാണ്. അപ്പോൾ 5 മന്ത്സിലേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 400 പെർ മന്ത് ഇൻറ്റു 2 ACക്ക് 400 പെർ മന്ത് 2 ACക്ക് 400 പെർ മന്ത് 2 ACക്കാണ് വരുന്നത്. അത് 5 മാസം. പിന്നെ അതുപോലെ തന്നെ ടെലിവിഷൻ നമുക്ക് തന്നത് 1 ജാനുവരിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെലിവിഷൻ നമ്മൾ ആകെ യൂസ് ചെയ്യുക 3 മാസമാണ്. അപ്പോൾ 25,000 ഇൻറ്റു 10% ഫോർ 3 മന്ത്സ്. അപ്പോൾ 2,500 നമ്മൾ 3 മന്ത്സിൽ എങ്ങനെ കാണുക? 2,500 ഇൻറ്റു 3/12.